കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിനെ ഇല്ലാതാക്കാനായിട്ട് വിക്രം തന്റെ ഫ്രണ്ട്സുമായിട്ട് എത്തുന്നു. അതോടൊപ്പം തന്നെ ആൽബിനെ ഇല്ലാതാക്കട്ടെ കൊട്ടേഷൻ ടീമിന് രാഹുൽ കൊടുക്കുകയാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണിന് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇന്ന്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നലെ തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഒന്ന് രൂപേനെ കാണുവാണ്. രൂപേനെ കണ്ടതിന് ശേഷം രാഹുലിനോട് രൂപ പറയുന്നുണ്ട് ആൽബിയുടെ സോണിയുടെ പേരിലേക്ക് തന്റെ പകുതി സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്ന കാര്യം. ഇത് കേട്ടിട്ട് ആകെപ്പാടെ ദേഷ്യപ്പെട്ട് രാഹുൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആൽബിനെ ഇല്ലാതാക്കണം. എങ്കിൽ മാത്രം സോണിയുടെ കല്യാണം നടക്കാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ പകുതി സ്വത്ത് രൂപ അവർക്ക് എഴുതി കൊടുക്കും. ഇത്രയും കാലം കാത്തിരുന്നത് ഈ ഒരു സ്വത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ അവസാനം കൈപ്പിടിയിൽ എത്തുന്ന കരുതുമ്പം കൈവിട്ടു പോയിട്ടുണ്ട്, സഹിക്കാൻ പറ്റില്ലല്ലോ. രാഹുൽ പെട്ടെന്ന് തനിക്ക് അറിയാവുന്ന കൊട്ടേഷൻ ടീമിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, എനിക്ക് അർജന്റായിട്ട് നിന്നെ കാണണമെന്ന് പറയാം. എന്താ സാർ, എന്താ കാര്യം എന്താന്ന് പറ. അതൊക്കെ നേരിട്ട് കാണും പറയാം. നേരിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോണിനെ ആൽബി വിളിക്കുന്നുണ്ട്. ആൽബി വിളിച്ചിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. വിശേഷങ്ങൾ ചോദിച്ച് ചാരുമോൾ എന്ത് ചെയ്യുക അതൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ സോണി പറഞ്ഞു ചാരുമോൾ കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറയാണ്. അതിനുശേഷം സോണി പറഞ്ഞു, അതെ അച്ഛനും അമ്മയും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് മക്കൾക്ക് വീതം വെച്ച് തരാനായിട്ട്. അപ്പൊ പകുതി സ്വത്ത് എന്റെ പേർക്ക് എഴുതി തരാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നേ. എന്തിന്? എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിന്റെ സ്വത്ത് കണ്ടിട്ടല്ലോ നിന്നെ മോഹിച്ചത്. എനിക്ക് നിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടെന്നാണ്. അതെന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൽബേട്ട. അതൊക്കെ അച്ഛനോടും അമ്മയോടും പറയണം. അവരെടുത്ത തീരുമാനമല്ലേ, എനിക്ക് മാറ്റാൻ പറ്റില്ലെന്ന് പറയണേ. ഇനിയിപ്പം നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് അവർ ഓർത്തിട്ടുണ്ടാവും. അതാന്ന് പറയണേ. നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നടക്കട്ടെ, ഞാൻ ഇതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നില്ലെന്ന് ആൽബി പറയാണ്. പിന്നീട് രൂപ വിളിക്കുന്നുണ്ട്, അഗസ്റ്റിനെ വിളിക്കുന്നുണ്ട്. രൂപ സൈന്യം കൂടി ഇരിക്കുന്ന സമയത്ത് അവരൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് അഗസ്റ്റിനെ വിളിക്കുന്നത്. അഗസ്റ്റിനെ വിളിച്ചിട്ട് എന്താ രൂപ, എന്താണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അതെ സോണിയുടെയും ആൽബിയുടെയും കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണ്ടെന്ന് ചോദിക്കുക. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഉടനെ നമുക്ക് കല്യാണം അങ്ങോട്ട് നടത്തിയേക്കാന്ന് പറയാണ്. പക്ഷെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാണ്ടെന്ന് പറയും. ഇനി എന്ത് കാര്യങ്ങളാ ചെയ്തു തീർക്കാനായിട്ടുള്ളത്? ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങള് മക്കൾക്കെല്ലാം വീതം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ സോണിമോൾക്കുള്ള വീതം കൊടുക്കണമല്ലോ. അപ്പൊ അതാന്ന് പറയണേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ അതൊക്കെ ചെയ്തു തരാന്ന് പറയണേ. അഗസ്റ്റും പറഞ്ഞു, ആഹാ ഇത് വല്ലാത്തൊരു പുകിലായിപ്പോയല്ലോ. ഇന്ന് വരെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ നിങ്ങളുടെ മോളെ എന്റെ മകന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വിളിച്ചേക്കുന്നേ? ഒരു കാരണവശാലും നിങ്ങളുടെ സ്വത്തൊന്നും കണ്ടിട്ടല്ല. അത് ശരിക്കും അറിയാവുന്ന ആള് സേനോട് ചോദിച്ചാൽ അറിയാം എന്നെ കുറിച്ച് എന്താ അഭിപ്രായം. ഞാൻ സേന എങ്ങനെയായിരുന്നെന്ന്. ഒരു കാരണവശാലും നിങ്ങളുടെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല. എന്റെ മരുമോളായിട്ട് വരുന്നവൾക്ക് സ്വത്തിന്റെ ഒന്നും ഒരാവശ്യമില്ലെന്ന് പറയാം. അത് ശരിയല്ല. ഞങ്ങൾക്ക് കൊടുക്കാതെ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. അതായി ഞങ്ങളുടെ ഒരു കടമയെന്ന് പറയാണ്. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ മോൾക്ക് കൊടുക്കണേ നിങ്ങൾ ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇതിനകത്ത് ഒരു അഭിപ്രായം പറയില്ല. എനിക്ക് വേണമെന്നോ അല്ല എന്റെ മോന് വേണമെന്നോ ഒന്നും പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ വെക്കണം. അപ്പൊ സേനിച്ച് എന്താ പറഞ്ഞു, അഗസ്റ്റിന് എന്ത് പറഞ്ഞു ചോദിക്കണം. അഗസ്റ്റിന് വെച്ചാൽ ഒരു താല്പര്യമില്ല. ശേഷം അല്ലേലും അവൻ അങ്ങനെ തന്നെയാ, പണ്ട് മുതൽ അങ്ങനെ തന്നെയാ. അവന് സ്വത്തിനോടും പണത്തിനോടും ആർത്തിയില്ല. അവനിതൊക്കെ കണ്ടു വളർന്നേക്കുന്നവനാ. അവൻ അതിനോടൊന്നും ഒരു താല്പര്യം എന്ന് പറയണം. രൂപ പറഞ്ഞു, എന്നാലും അങ്ങനെയല്ലോ ചന്ദ്രേട്ടാ, നമ്മൾ കൊടുക്കേണ്ട നമ്മൾ എത്രയും പെട്ടെന്ന് കൊടുക്കണം. ഇനിയിപ്പൊ അല്ലെങ്കിൽ അറിയാലോ, ആ രാഹുൽ എത്ര കാലം ഇങ്ങനെ പതുങ്ങിയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവൻ എന്താ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകണം. എന്റെ പേരിൽ ഇനിയിപ്പോ ഒന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വെറുതെ വിടുമായിരിക്കും. ഈ സമയത്ത് തന്നെ എല്ലാം വീതം വെച്ച് കൊടുക്കണമെന്ന് പറയാണ്. പിന്നീട് രൂപ പറഞ്ഞു, അതെ ആൽബിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലെന്ന് രാവിലേട്ടൻ പറഞ്ഞു. ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ചന്ദ്രസേൻ അത് വേണോന്ന് ചോദിക്കുകയാണ്. ചോദിച്ചല്ലേ കൊടുത്തേക്കാം. ഇനിയിപ്പൊ അതിന്റെ വലിയൊരു സംശയം ഉണ്ടെന്ന് പറയണേ. അങ്ങനെ രൂപ വാട്സപ്പില് ആൽബിയുടെ ഒരു ഫോട്ടോ രാഹുലിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് രാഹുലിന്റെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്നപ്പോ രാഹുൽ തുറന്നു നോക്കാം. ആൽബിയുടെ ഫോട്ടോ ഉണ്ട്. കൊള്ളാം, ഇനിയാണ് താൻ കളി തുടങ്ങാൻ പോകുന്നത്. പിന്നീട് എന്ത് ചെയ്യുവാണ്, നേരെ കൊട്ടേഷൻ ടീമിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുവാണ്. ഇല്ലാതാക്കേണ്ട ആളുടെ പേരും ഇതെല്ലാം പറയുവാണ്. പിന്നീട് ആ ഫോട്ടോയും കൂടെ കാണിക്കുക. ഇവനെയാണ് ഇല്ലാതാക്കേണ്ടതെന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ ഇല്ലാതാക്കണം. അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് സ്റ്റേറ്റ് തന്നെ വിട്ടോളാൻ പറയാണ്. പറഞ്ഞ തുക പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തന്നിരിക്കും എന്ന് പറയണം. ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുതെന്ന് പറയണം. അതൊക്കെ ഞങ്ങൾ ഏച്ചു സാറേ, ഇനി ഞങ്ങൾ കാര്യം കഴിഞ്ഞിട്ട് സാറിനെ വിളിക്കാന്നും പറഞ്ഞിട്ട് അവന്മാര് പോവാണ്. രാഹുലിന്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴൊക്കെ ഓരോ പണി കൊടുക്കാൻ നോക്കിയോ അപ്പോഴെല്ലാം തനിക്ക് തിരിച്ചു കിട്ടുകയോ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ ആവാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ആവാൻ വഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വിക്രത്തിനൊക്കെ ദേഷ്യം അടിച്ച് മാറുന്നില്ല. കിരണ് അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അവനും അവളും കൂടെ കൂടിയിട്ട് ഒന്നും രണ്ടും വട്ടമല്ല തന്നെ അപമാനിച്ചേക്കുന്നേ. ഇതിപ്പോ തുടരെ തുടരെ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടാക്കൂടാ. നല്ലൊരു 8ന്റെ പണി കൊടുക്കണം. കല്യാണിക്കിട്ട് പണി കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയ മാർഗം തന്നെ കിരണാണ്. അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നോവും. അപ്പൊ ആദ്യം പണി കൊടുക്കേണ്ടത് കല്യാണിക്കിട്ടല്ല, കിരണിട്ടാണ്. അങ്ങനെ തന്റെ കൂട്ടാളികളെ വിളിക്കുകയാണ്. അവന് കുറച്ച് ഉടായ്പ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, തരികടപ്പണി ചെയ്യുന്നവര്. അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നമുക്കിന്ന് അർജന്റായിട്ട് വർക്കണമെന്ന് പറയും. എന്താ? ഒരുത്തനായിട്ട് ആളെണ്ണം വെച്ച് കൊടുക്കണമെന്ന് പറയും. അതാണ് ആ കാര്യം. അത് ഈസി ആയിട്ടുള്ള കാര്യമില്ലെന്ന് നിൽക്കുക. അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, അറിയാലോ. അപ്പൊ നമ്മളെല്ലാ സന്നാഹങ്ങളോടും കൂടി വേണം പോകാനെന്ന് പറയാണ്. അങ്ങനെ വിക്രമും തന്റെ കൂട്ടുകാരിയും കൂടെ പോവാണ്. പോകുന്ന വഴിക്ക് കിരണിനെയും കല്യാണിനെ കാണുന്നുണ്ട്. അവര് കാറ് കാണുന്നുണ്ട്. കാരണം പ്രതി ആ പോകുന്ന കണ്ടോ, അതാണ് കിരണിന്റെയും കല്യാണിന്റെയും വണ്ടി. അതിനകത്ത് രണ്ടുപേരും കാണും ഇരിപ്പ്. അപ്പൊ അതിനകത്തുള്ള അവനെ വേണം നമുക്ക് തീർക്കാനെന്ന് പറയാണ്. അങ്ങനെ സ്ഥലവും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വിക്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ നേരെ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ്. വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് പോകണം. അപ്പൊ കല്യാണി പറഞ്ഞു, കിരണേട്ടൻ പൊക്കോ, ഞാൻ വന്നേക്കാം, എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് വർക്ക്സ് ഒക്കെ ഉണ്ട്, അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വന്നേക്കാം, സൈറ്റിലേക്ക് വന്നേക്കാന്ന് പറഞ്ഞിട്ട് കിരണിനെ സൈറ്റിൽ കൊണ്ട് വിട്ടിട്ട് കല്യാണി അവിടെ നിന്ന് പോവാ ചെയ്തേ. ഈ സമയത്ത് വിക്രത്തിന്റെ ആളുകളും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. സ്വന്തം കിരൺ എന്ത് ചെയ്യാണ്, മുകളിലത്തെ നിലയിലേക്കൊക്കെ പോയിട്ട് അവിടെ നടക്കുന്ന വർക്ക്സ് ഒക്കെ നന്നായിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നെല്ലാം നോക്കുവാണ്. അങ്ങനെ നോക്കി ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുന്നത്. ഒരു ചുടുകട്ട വന്ന് കിരണിന്റെ നെറ്റിയിലേക്ക് പതിക്കുകയാണ്. കിരൺ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത്. അതുകൊണ്ട് കിരൺ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കിരൺ ആ ഓൺ ദി സ്പോട്ടിൽ താഴെ വീഴുവാണ്. ഈ സമയത്ത് വിക്രം ഏർപ്പെടെയാക്കിയ വിക്രത്തിന്റെ കൂട്ടാളികൾ എന്ത് ചെയ്യാണ്, നേരെ കയറി വരുവാണ്. അപ്പം താഴെ വീണ് കിടക്കുന്ന കിരണിന്റെ മേത്തേക്ക് ചാടി വീണ് പിന്നെ അവിടെ ഒരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. കിരൺ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി ഇവന്മാരെ എതിർത്ത് നിൽക്കാനായിട്ട്. പക്ഷെ ഒത്തിരി സമയം ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് കിരണിനെ കൊണ്ട് ആവതില്ലായിരുന്നു. കാരണം ഒന്നാമത്തേക്കും തലയുടെ വേനപ്പത്താല പൊട്ടി ചോര വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഇവിടെ ആക്രമണം. ഒരാളാണെ കുഴപ്പമില്ല, 5-8 പേര് വന്ന് കിടന്ന് ആക്രമിച്ച് എന്തേലും ചെയ്യാൻ പറ്റുമോ? ആകെപ്പാടെ കിരണ് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കിരൺ താഴെ വീഴുകയാണ്. ആ സമയം നോക്കി എന്ത് ചെയ്യണം, ഒരുത്തരെ കത്തിയെടുത്തൊരു കുത്തു വെച്ച് കൊടുക്കുകയാണ്. കിരണിന്റെ വയറ് നോക്കിയാണ് ആ കുത്തു കൊണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരൺ അയ്യോ എന്നും പറഞ്ഞ് നിലത്തേക്ക് വീണ് കടന്ന് ഉരുളുവാണ്. ഈ സമയത്ത് അക്രമികൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് താഴ്ക്കേണ്ടി പറഞ്ഞു, അതെ ഇനി വിട്ടേക്കാം, ഇനി ഇവിടെ നമുക്ക് നിൽക്കണ്ട, ഒരുപക്ഷെ അവൻ ഇപ്പൊ തന്നെ അവന്റെ കഥ തീരും, ഇനി നമ്മളിവിടെ നിന്നിട്ടുണ്ട് നമ്മൾ പോലീസ് പിടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാണ്. ഈ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണി കിരണിനെ വിളിച്ചു നോക്കുന്നുണ്ട്. കുറെ സമയം വിളിച്ചിട്ടും കാണുന്നില്ല. ഓഫീസിലെ ജോലികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞു. അപ്പൊ കിരണായിട്ട് ഇപ്പൊ സൈറ്റില് ജോലികളൊക്കെ നോക്കി കഴിഞ്ഞ കാണുമായിരിക്കും. ഒന്ന് വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാത്തെ, എന്നെ തിരക്കായിരിക്കും, എന്തെങ്കിലും ആരെങ്കിലും കൂടെ കാണുമോ, ഇനിയിപ്പൊ ആരെങ്കിലും വന്ന് കാണുമോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കല്യാണിയുടെ മനസ്സിൽ. ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ വിളിച്ചു നോക്കിയിട്ട് എടുത്തില്ല. ഇതെന്ത് പറ്റി എടുക്കാത്ത, ഇനി എന്തേലും പ്രശ്നം ഉണ്ടായിരിക്കോ? ശരി, അന്നൊന്ന് പോയി നോക്കാന്നോർത്ത് കല്യാണി നേരെ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് വരുവാണ്. സൈറ്റിലേക്ക് താഴെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കിരണിനെ കണ്ടില്ല. ഇനിയിപ്പോ കിരണേട്ടൻ പോയിട്ടുണ്ടാക്കുവോ, ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ടാണോ കോൾ എടുക്കാത്തെ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. കല്യാണി എന്താളും നേരെ മുകളിലേക്ക് പോകുവാണ്. അങ്ങനെ പോയി അവിടെയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനുമാണ് കാണുന്ന കിരൺ ഒരു വശത്ത് കിടക്കുന്നുണ്ട്. രക്തത്ത് കുളിച്ചു കിടക്കുന്ന കിരണ്. ആ കാഴ്ച കണ്ട് കല്യാണി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കല്യാണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്ന് കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പക്ഷെ രൂപയുടെ കല്യാണ സ്വപ്നമാകാനും വഴിയുണ്ട്, പറയാൻ പറ്റില്ല. അവസാനം പറയും ഇതൊരു വെറും സ്വപ്നം മാത്രമായിരുന്നു, ഇങ്ങനെ അപകടം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നൊക്കെ പറയും. എന്താന്ന് നമുക്കറിയില്ല. എന്താണ് ആ വിശേഷമൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ ഞാൻ അതും കൂടെ കൂട്ടി അപ്ലോഡ് ചെയ്യാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.